നന്ദു, നമ്മൾ ഈ കേരളത്തിലെ PSC വിഷയം എനിക്ക് തോന്നുന്നു യുവമോർച്ച കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു മാർച്ച് ക്ലിപ്പ് ഹൗസിലേക്കൊക്കെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല. ജന്തർ മന്ദറിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ ആളിക്കത്തിക്കാനുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയാണെങ്കിലും അത് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും, ഞാനത് എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്, ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരത്തിൽ പോയതായി ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് LDFിൻ്റെ പ്രതിനിധിക്ക് ഞാൻ ആദ്യം ഒരു മറുപടി, അദ്ദേഹം പറയാണ് പ്രതിപക്ഷം CJP നടത്തിയ സമരത്തിലേക്ക് പ്രതിപക്ഷം കൂടി വന്നപ്പോഴാണ് മോദി ഭയന്ന് വിറച്ച് ഈ തീരുമാനത്തിലേക്ക് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ ചർച്ച, നിങ്ങളെ ഭയന്നാണ് മോദി തീരുമാനമെടുക്കുന്നതെങ്കിൽ ഈ ചർച്ചയിൽ എവിടെയെങ്കിലും പ്രതിപക്ഷം എന്നുള്ള പേരിൽ ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരാളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യണ്ടേ? ആരും ചർച്ച ചെയ്തില്ലല്ലോ. എല്ലാവരും പരിഗണിച്ചത് വിദ്യാർത്ഥികൾ. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു, ഞങ്ങൾ വിദ്യാർത്ഥികളോടും യുവാക്കളോടും മാത്രമാണ് കമ്മിറ്റഡ്, അല്ലാതെ അച്ചാരപ്പണം വാങ്ങി രാജ്യത്തിനെതിരായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടികളോടും ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് ഞങ്ങളുടേത് കൃത്യമാണ്. ആ നിലപാട് തന്നെയാണ് നിങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളോട് മാത്രം, നിങ്ങൾ എണ്ണ കോരി ഒഴിച്ച് ആ വിദ്യാർത്ഥികളെ കൊണ്ട് നടത്താൻ തീരുമാനിച്ച കലാപങ്ങളിലേക്ക് അവരെ തള്ളിയിടാതെ അവരെ സുരക്ഷിതമായ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരെ ഈ വിഷയത്തിൽ അവരുടെ വിഷയങ്ങൾ പരിഹരിച്ച് അവരെ പറഞ്ഞു വിട്ട് നിങ്ങളുടെ രാഷ്ട്രീയമായി നിങ്ങളെ ഭിക്ഷാന്തേഹികളാക്കി മാറ്റി നിർത്തുക എന്ന രാഷ്ട്രീയമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ഒരു ജാള്യത നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തും പ്രസരപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ശരീരഭാഷയിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ LDFിൻ്റെ പ്രതിനിധിയോട് പറയുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട മദാമ കോങ്ങിയുടെ ചില വക്താക്കൾ ഇപ്പോൾ BJPയുടെ ആളുകളോട് സംഘി എന്ന് വിളിച്ചാൽ മറുപടി പറയാൻ ഞങ്ങൾക്കും അറിയാം. അത് കേൾക്കാമെങ്കിൽ മാത്രം വിളിക്കാൻ വരിക, കേൾക്കാമെങ്കിൽ മാത്രം വിളിക്കാൻ വരിക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മനസ്സിലായില്ലേ? ശ്രീ സലീം മടവൂർ, താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ല, താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ല. ആ മാന്യത കാണിച്ചാൽ മതി. ചില മദാമക്കോങ്ങിയുടെ ഇന്ദിരയും ഒക്കെ പാർട്ടിക്കൊണ്ടൊരു പാരമ്പര്യം, അതായത് അസഹിഷ്ണുത പോലെ മറുപടി നൽകാൻ ആ ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയണം. ഞാൻ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു. നിങ്ങളുടെ സംസ്കാരം ജനം കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ചോദിക്കുന്നു, ഞാൻ ഏതെങ്കിലും ഒരാളുടെ പേര് ഞാൻ പറഞ്ഞത് തെളിയിച്ചാൽ ഞാൻ അവിടെ മുരളീധരനല്ല മറ്റു പലരും പറഞ്ഞു കേൾക്കാം. ഇങ്ങോട്ടൊരു വാക്ക് പറയുമ്പോൾ തിരിച്ചും കിട്ടും. കോൺഗ്രസിന്റെ അധികാരത്തിൽ ഇരുന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ പേടിക്കണം. ഒരു കോൺഗ്രസ്സുകാരനും ഒരു കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയത്തിനും മുന്നേറാനും പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കണം. അങ്ങനെ ഒന്നും പേടിപ്പിക്കണം. മനസ്സിലായില്ലേ? കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആ പരിപാടി കയ്യിൽ വെച്ചിരുന്നാൽ മതി. കോൺഗ്രസ് ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചും വിളിക്കും. അത് കേൾക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങോട്ട് പറയാൻ നിന്നാൽ അങ്ങോട്ടും പറയും. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കും. അതുകൊണ്ടാണ് രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാര്യങ്ങൾ പോലും ചോദ്യങ്ങളെ നേരിടാനുള്ള അവരുടെ അസഹിഷ്ണുതയുടെ ഭാഗമാണ്. അത്തരം അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടുള്ള ചില മദാമ കോങ്ങി കോൺഗ്രസ്സുകാർക്ക് മറുപടി ചോദിച്ചാൽ, ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനോടെല്ലാം അസഹിഷ്ണുത ഉണ്ടാവും. ആ അസഹിഷ്ണുത ഉണ്ടാവുമ്പോൾ ബഹളം വയ്ക്കും, അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തും, അവരങ്ങ് തീർത്തു കളയുമെന്ന് പറയും. അതെല്ലാം കേട്ട് ഞങ്ങൾ ഏതെങ്കിലും കടുവിൽ കയറി ഒളിക്കുമെന്ന് ഇത്തരം ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ കുപ്രചരണങ്ങളെയും, നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളെയും നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ആ അടിച്ചമർത്തിയടത്ത് നിന്ന് വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന് നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇനി ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിച്ചല്ലോ, നിങ്ങൾ
നിങ്ങൾ ഇവിടെ ജനാധിപത്യത്തെ കുറിച്ച് ലാത്തി ചാർജ് ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ 10 ചെറുപ്പക്കാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. മറുപടി പറഞ്ഞ കൂത്തുപറമ്പിൽ അവിടെ മറുപടിയില്ല കോൺഗ്രസിന്. കോൺഗ്രസിന്റെ ഒരു വക്താവിനും അതിന് മറുപടി ഉണ്ടാവില്ല. ഞങ്ങൾക്കറിയാം രാജ്യത്തെ LOP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി എവിടെയാണ് പോകുന്നത് എന്ന് രാജ്യത്തെ ടാക്സ് പെയർ ആയിട്ടുള്ള ഏതൊരു ജനത്തിനും അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചോദിച്ചാൽ മറുപടി ഇല്ലാത്തത് കൊണ്ട് വായിൽ വരുന്നത് എന്ത് കോതക്ക് പാട്ടായി പറഞ്ഞു പോകാമെന്ന് തീരുമാനിച്ചാൽ അവിടെയും ഞങ്ങൾക്ക് കൃത്യമായ ചോദ്യമുണ്ട്. ഇനി ഈ നിങ്ങൾ പറയുന്നില്ലേ, ഞാൻ ചോദിച്ചല്ലോ ഇവിടെ ധർമ്മേന്ദ്ര പ്രധാന്റെ സീറ്റ് മാറ്റിയിരുത്താൻ പോകുന്നു, അങ്ങനെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ ഇവർക്ക് ഇവിടുന്ന് വിവരം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ എന്റെ അവസരത്തിൽ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ ആരാണത് പറഞ്ഞതെന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാവണം. ഇതുവരെ പറഞ്ഞില്ല. ആ ചോദ്യങ്ങളോടെല്ലാം മുഖം തിരിക്കുന്നത് നിങ്ങൾ ഈ നാട്ടിൽ വന്നിരുന്നു പറഞ്ഞു പ്രചരിപ്പിക്കുന്നതൊക്കെ തന്നെ കള്ളത്തരമാണ്. ആ കള്ളത്തരത്തിന്റെ കൂമ്പാരവും ഭണ്ഡാരവും ചുമക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഓരോ ആളുകളെയും വളരെ മനഃപൂർവ്വമായി തന്നെ രാജ്യത്തെ ജനങ്ങൾ മാറ്റി നിർത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു കള്ളം എന്താ? ഞങ്ങൾ ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ പത്രം വായിക്കുമെങ്കിൽ, ഈ നാട്ടിൽ ഏതെങ്കിലും TV നിങ്ങൾ കാണുന്ന ശീലമുണ്ടെങ്കിൽ, മെയ് മാസം 15-ാം തീയതി ഇന്ന് യൂട്യൂബിന്റെ ആർക്കൈവ്സിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, ധർമ്മേന്ദ്ര പ്രധാൻ വന്ന് രാജ്യത്തെ വിദ്യാർത്ഥികളോട് കൃത്യമായി പറയുന്നുണ്ട്, അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് നാളുകളിൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഞാൻ കൃത്യമായിട്ട് ഇന്ന മെത്തേഡിൽ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് രാജ്യത്തെ ജനങ്ങളോട് കൃത്യമായി പറഞ്ഞ പാർട്ടിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. രണ്ട് പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ദുരന്ത മേഖലയിലേക്ക് താങ്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ദുരന്ത മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹൈ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ജന്തർ മന്ദറിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്ന വഴിയിലും അതുപോലെ തന്നെ ഗാന്ധി സ്മാരകത്തിന്റെ മുന്നിലേക്കും ഒന്ന് പോകാൻ ഒരു ഹൈ സെക്യൂരിറ്റി റിസ്കുകളും ഇവർക്കൊന്നുമില്ല. സ്വന്തം എലക്ട് ചെയ്ത് ചൂണ്ടുവിരലിൽ മഷി തേച്ച് ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കിടയിലേക്ക് വരാൻ ഇവർ സുരക്ഷിതരല്ല എന്ന തോന്നൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളെ വേരോടെ പിഴുതെറിയാൻ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ BJPയെ എതിർക്കുന്നത് കൊണ്ടല്ല നിങ്ങളെ ഞങ്ങൾ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് BJPയെ എതിർക്കാൻ വേണ്ടി രാജ്യദ്രോഹികളോടൊപ്പം നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ രാജ്യദ്രോഹികളുടെ കൂട്ടം എന്ന് വിളിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് നിങ്ങൾ ഈ നാട്ടിന്റെ പൈതൃകത്തിൽ നിന്ന് ഒട്ടേറെ അകന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാവണം എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുക. ഓക്കെ